ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിഎൻ്റെ ഒരു പുതിയ ഗെയിം ആപ്പിനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഎൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ സിം 1-ലാണ്, നിങ്ങളുടെ അപ്പോൾ 2-ലായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 1 സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഎൻ്റെ ഒരു ഡിഫാൾട്ടായിട്ട് വരുന്നൊരു API ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് തന്നെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ താഴെയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോർമൽ API ചെയ്യുന്ന പോലെയല്ല, ഗെയിം APIയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട നെയിമാണ്. അപ്പോൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VI ഗെയിമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ SG എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു @ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ VI എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് 4G എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് കൊടുക്കുക. അതുപോലെ തന്നെ 4Gൻ്റെ G മാത്രം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VI എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സ്പേസ് ഇല്ലാതെ ഗെയിമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. സ്പേസ് ഇല്ലാതെ ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1.1.1.1 ടൈപ്പ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ക്ലൗഡ് ഫയറിൻ്റെ ഒരു പോർട്ടാണ്. അത്യാവശ്യം സ്പീഡുള്ള ഒരു ക്ലൗഡ് ഫയറും കൂടിയാണ് ഈ ഒരു 11. എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VI ഗെയിമിംഗ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VI24 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സ്പേസ് ഇല്ലാതെ വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ APM പ്രോട്ടോക്കോളും അതുപോലെ തന്നെ APM റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. അത് രണ്ടും നമ്മൾ IP4ഉം IP6 എന്നുള്ള ഈ ഒരു ലാസ്റ്റ് ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ ചിലൊരു ഫോണിൽ IP6-ലോ അല്ലെങ്കിൽ IP4-ലേക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതുപോലത്തെ തന്നെ ഈ APM റോമിംഗ് പ്രോട്ടോക്കോൾ IP4ഉം IP6ഉം എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം എല്ലാ ഓപ്ഷൻസും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫോണിലെ എല്ലാ ഓപ്ഷൻസും ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ഫോണിലും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഓപ്ഷൻസും ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ MVNO ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IMSI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മുടെ 3rd ഓപ്ഷൻ ആയിട്ടുള്ള ഈ IMSI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, MVNO വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓരോ ഫോണിലും ഓരോ നമ്പർ ആയിരിക്കും, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോണിൽ ഏതാണോ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത് അത് അതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ സേവ് ആണെങ്കിൽ ചിലൊരു ഫോണിലും മൂലയായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള VA ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ API ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും VA സിം ഉപയോഗിച്ച് ഗെയിം കളിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.